വീഡിയോ ശരിക്കും പറയാണെന്നുണ്ടല്ലോ ഭയങ്കര അധികം ദേഷ്യം വന്നിട്ട് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു ചേഞ്ച് പോലും വരില്ല. ഭയങ്കര അധികം തന്റെ മിസ്റ്റേക്കുകൾ തിരുത്തി ഇനി ഒരിക്കലും ഒരു വ്യക്തിയോട് ഞാൻ ചൂടാകില്ല, മോശമായി സംസാരിക്കില്ല, അങ്ങനെയൊക്കെ കുറെ പ്രസ്താവനകൾ അങ്ങും ഇങ്ങൊക്കെ പറയുന്നത് നമ്മൾ എന്നും കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫാമിലി വീക്കിന് ശേഷം. ഞാൻ ഇന്നലത്തെയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ആണെങ്കിലും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേകതരം സൂക്കേടാണ്. ഈ കടിയളക എന്ന് പറയത്തില്ലേ, ഈ ചോറിച്ചില്. ജാസോളുടെ ഈ ചോറിച്ചിലും അതിന് ജിൻഡോയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നല്ല തക്കതായ മറുപടികളും എല്ലാ കാര്യങ്ങളും പറയാട്ടോ. നമ്മുടെ ചാനലിൽ കുറെ ആളുകൾ സബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കാണുന്നത്. നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ മറക്കാതെ സബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ്സ്, ലൈക്ക്, നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പൊ ഞാൻ ഇന്നലെ ഈ വീഡിയോ ഇടുന്നു വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നോക്കട്ടെ എങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഇന്നലെ നിങ്ങൾക്കറിയാം രാവിലെ തന്നെ ജിൻഡോയും ജാസ്മിനും കിച്ചണില് വന്ന് രാവിലെ തന്നെ തുടങ്ങി അംഗം വെട്ട്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായത് അൻസബിയും അപ്സരയൊക്കെയാണ് കുക്കിംഗ് ടീമിന് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇന്നലെ രാവിലെ കിച്ചൺ വളരെ എംപ്റ്റി ആയിരുന്നു. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല കുക്ക് ചെയ്യാൻ. പക്ഷെ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. പറഞ്ഞു വരുമ്പോ ഇന്നലെ ജിൻഡോ കുക്കിംഗ് ടീമിലെ ഒരു പേഴ്സൺ ആണ്, ഐ തിങ്ക് ക്യാപ്റ്റൻ ആയിരുന്നു തോന്നുന്നു. അപ്പൊ ഇന്നലെ രാവിലെ തന്നെ ജിൻഡോ നോക്കുമ്പോൾ ശ്രീതും അർജുനും എല്ലാ കാര്യങ്ങളും ചൂടാക്കി വെച്ചിട്ടുണ്ട്. സോ വേറെ ഒന്നും കുക്ക് ചെയ്യണ്ട എന്നൊരു വിചാരത്തിൽ ജിൻഡോ ഒന്നും ചെയ്തില്ല രാവിലെ. പെട്ടെന്ന് നമ്മുടെ ജാസ്മിൻ അങ്ങോട്ട് കലിപ്പിളകി. കുറെ നേരം രാവിലെ കുത്തിരുന്ന് സൊറ പറയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് വിശപ്പങ്ങടെ ഇളകി. ഇപ്പൊ അങ്ങോട്ട് ഓടി ചാടി കിച്ചണിൽ വന്നു. അപ്പൊ നോക്കുമ്പോ കിച്ചണിൽ വേറെ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് ആളാവാൻ, അല്ലെങ്കിൽ തനിക്കൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ താൻ എന്തോ ഒരു വലിയ ഞാൻ പറയില്ല, എപ്പോഴും ആ കൊച്ചിന് എന്താണെന്ന് അറിയത്തില്ല, വളർന്നു വന്ന സിറ്റുവേഷന്റെയോ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ എന്തോ ആണെന്ന് കാണിക്കാനുള്ള ഒരു വെപ്രാളോ എവിടെ തനിക്ക് എങ്ങനെ ഒച്ചയുണ്ടാക്കി 4 പേരെ കൂട്ടം കൂട്ടാം, അങ്ങനെ ഒരു പ്രത്യേകതരം ക്യാരക്ടർ. അപ്പൊ തന്നെ ജിൻഡോട് എടുത്തൊഴി ചോദിക്കുക, താൻ ആരാ, നിങ്ങൾ ആരാ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ജിൻഡോയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടേണ്ടതാ. ജിൻഡോ അതൊരു കോമഡി ആയിട്ട് നന്നായിട്ട് പറയാറുണ്ട്, നന്നായി ഊക്കി കൊടുത്തെന്ന് പറയാ. ജിൻഡോ പറഞ്ഞു ഞാൻ ജിൻഡോ, പിന്നെ അതുമ്പോ പിടിച്ചങ്ങട് കയറി. ഞാൻ ചോദിക്കുന്നത്, കിച്ചണില് ഇന്നലെ ഇപ്പൊ ഫുഡ് ഓൾറെഡി ഒരാൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജാസ്മിന്റെ ഒരു കാര്യമേ അല്ല, ജാസ്മിൻ കുക്കിംഗ് ടീമിൽ ഒരു അംഗമേ അല്ല. ഫുഡ് ആളുകൾക്ക് കിട്ടാത്തുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യാത്തത്, നിങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത്, അങ്ങനെ ചോദിക്കണേന് ഒരു മര്യാദക്കില്ല. ഇതൊരു താൻ ആരാടോ, താൻ എന്താണോ കുക്ക് ചെയ്യാത്തത്, ഞങ്ങൾക്ക് ഇത് പിന്നെ അങ്ങ് തുടങ്ങി ചൂടാക്കുന്നത് എനിക്കറിയോ, ഇതിനൊരു ചൂടില്ല, ഒരു ജാതി ഒരു വല്ലാത്തൊരു സംസാരം എന്ന് പറയത്തില്ലേ, ഒരു ചേഞ്ച് ഇല്ല കേട്ടോ. ഇതൊന്നും ഒരു വ്യക്തിയുടെ ഒരു സ്ലാങ്ങോ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ജിൻഡോ ആയതിന്റെ പേരിൽ വേറെ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിലും ഈ വ്യക്തി ഇതുപോലെ കിടന്ന് ഇന്നലെ രാവിലെ അലക്കിയില്ല. അപ്പൊ ഇന്നലത്തെ രാവിലത്തെ ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. സെയിം ആണ് ഇന്ന് രാവിലെ ജിൻഡോ വന്ന് പറയുന്നു, എനിക്ക് തണുത്ത അല്ലെങ്കിൽ ഇന്നലത്തെ ദോശ കഴിക്കാൻ താല്പര്യമില്ല, കാരണം എൻ്റെ വയറിന് ഓൾറെഡി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നമുക്കറിയാം ഫിനാലെ എടുത്തിരിക്കുവാണ്, കുറെ ഗെയിംസും കാര്യങ്ങളുണ്ട്, ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ ജിൻഡോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് തലേദിവസത്തെ ദോശ കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അത് കേട്ട വഴി അപ്പോഴേക്കും അവിടെ ചൊറിഞ്ഞു തുടങ്ങി. അവിടെ ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ടീം, അവിടെ അപ്പോഴേക്കും ചാടി എഴുന്നേറ്റു. കാരണം ഇപ്പൊ കിച്ചൺ ടീമില് ഈ പറഞ്ഞ ഇന്നലെ കിച്ചനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആളും കൂടിയുണ്ട്. അപ്പൊ ആളവിടെ കഴിക്കുന്നോടുന്നാണ് ചാടി എഴുന്നേറ്റു. അപ്പൊ ആരോ പറഞ്ഞു, നീ അവിടെ നിന്ന് കഴിച്ചോ, ഞങ്ങൾ ചെയ്തോളാന്ന് സിജോ ആരോ പറഞ്ഞു. പിന്നെ അവിടെ ജിൻഡോ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അങ്ങ് ചൊറിയാ, മോർണിംഗ് ടാസ്കിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചൊറിഞ്ഞങ്ങ് മാന്തുവാ. ഇങ്ങോട്ട് ചൊറിഞ്ഞ ജിൻഡോ മിണ്ടാതിരിക്കട്ടെ, ഒരാവശ്യമില്ല, നല്ല മാന്യമായിട്ട് അങ്ങോട്ട് മറുപടി കൊടുക്കണം. കാരണം ഇതിന്റെയൊക്കെ സംസാരത്തിന് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരിടത്തും എത്തില്ല. അതുപോലെ പറയുവാണ് മനുഷ്യ, അത് ജിൻഡോനെ മനുഷ്യൻ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ എല്ലാവരും മനുഷ്യന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താ മനുഷ്യ നീ ഒരു ഞാൻ പറയില്ലേ, നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജിൻഡോയുടെ എന്തോ ഭയങ്കരമായ വ്യക്തി വൈരാഗ്യം ഓഫ് കോഴ്സ് ഉണ്ടാകും. കാരണം വന്നവരും പോയവരും പറഞ്ഞനുസരിച്ച് ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി അല്ലെങ്കിൽ ജനപിന്തുണയുള്ള കണ്ടസ്റ്റന്റ് എന്നറിയാം. അപ്പൊ ജിൻഡോനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജിൻഡോയുടെ പിറകിലൂടെ നടന്ന് ചൊറിയുന്നത്, ജിൻഡോ ഇനി മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ദേഷ്യം വന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ജിൻഡോയ്ക്ക് അടുത്ത വീക്കെൻഡിൽ വരുമ്പോ നമ്മുടെ ജാസോളുടെ മോഹൻലാൽ വരുമ്പോ നല്ലത് മേടിച്ചു കൊടുക്കാം. അതുപോലെ ഇനി വല്ല മഞ്ഞക്കാടോ ചുമന്നകാടോ അങ്ങനെ സ്പെഷ്യൽ കാർഡുകൾ കുറച്ച് കണ്ടസ്റ്റൻസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ജിൻഡോനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ മനസ്സിൽ. ഇത്രയ്ക്കും ഒരു അസൂയ പിടിച്ച സാധനത്തിനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ മോള് പഠിച്ച യൂണിവേഴ്സിറ്റിയിലല്ല നമ്മുടെ ജിൻഡപ്പൻ,
ജിൻഡപ്പൻ നല്ല ഇതിന്റെയൊക്കെ ക്യാരക്ടർ നന്നായി പഠിച്ചിട്ട് തന്നെ അവിടെ നിൽക്കണേ. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും ഒരടവും ജിൻഡോനെടുത്ത് നടക്കില്ല. ഒരു ചതിയിലൂടെയും ജിൻഡോനെ വീഴ്ത്താൻ ഇതിനൊന്നും കഴിയില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. 100 ദിവസവും മോള് ശ്രമിക്കുക. ഒരാളും ഒന്ന് പൊങ്കാലയിടണ്ട. ഞാൻ കൃത്യമായി ലൈവിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പൊങ്കാലിട്ട് കരയുന്നവർക്ക് അവിടെ കിട്ടുന്ന പൊങ്കാലിട, അത്രയേ ഉള്ളൂ. ഈ സാധനം ഒരിക്കലും ഒരു ക്യാരക്ടറും ചേഞ്ച് ആവാൻ പോണില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി ലൈവ് നോക്ക്. എന്തിനും ഇങ്ങനെ ജിൻഡോടെ പിറകിക്കോടെ നടന്ന് ഇതിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. നമുക്ക് ഇതിന് ഓരോ ചൊറിച്ചിലേക്കുമ്പോ സത്യം പറയാനുള്ളൂ, വെറുത്ത് പോയി എന്ന് പറയത്തില്ലേ, അത്രയ്ക്കും ഇറിറ്റേറ്റിംഗ് ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇന്നലെ ബാക്കി കിട്ടിയ കാര്യങ്ങൾ അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഓടി വരാം. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണേ. അപ്പൊ നിങ്ങളുടെ കമന്റ്സുകൾ ഈ വീഡിയോനെ കുറിച്ചുള്ളത് നിങ്ങൾക്കും എനിക്ക് ഫീൽ ചെയ്ത മാതിരി ഫീൽ ചെയ്തോന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഓടി വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.